ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്യൂട്ടി ക്ലബ്. അപ്പോൾ ഇന്ന് ഞാനൊരു ആപ്പിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാവും. ഈ ഒരു ആപ്പ് മീൻസ് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്കുണ്ട്. അപ്പോൾ ഈ മദ്രസയിൽ നമുക്ക് അതായത് 1 തൊട്ട് നമ്മൾ +2 പഠിക്കുന്ന വരെയുള്ള കുട്ടികളുടെ എല്ലാതും ഉണ്ട്. ഇത് മദ്രസ കുട്ടികൾക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി വിദേശത്തൊക്കെ പോയിട്ടുള്ള കുട്ടികൾ അവിടുന്ന് മദ്രസ ഒന്നും ഇല്ലെങ്കിൽ ഈ ആപ്പ് നിങ്ങൾക്കൊരു ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിന് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ കുറച്ച് വർഷം മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഇപ്പം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക. ഈ ആപ്പിൻ്റെ പേരാണ് മദ്രസ ടൈം എന്നുള്ളത്. ഈ ഒരു ഇതാണ് കേട്ടോ, ഈ ഒരു മദ്രസ എന്ന് എഴുതിയിട്ടില്ല ഒരു ടീച്ചിങ് ബോർഡ് വരുന്ന ഇതിനെയാണ് നമ്മൾ മദ്രസ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കിട്ടില്ല. മദ്രസ ടൈം എന്ന് എഴുതിയിട്ടില്ല പാദവാർഷിക അങ്ങനെ ഒരുപാട് ഇത് ഇവിടെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കാണിക്കും നിങ്ങൾക്ക്. പാദവാർഷിക പരീക്ഷ ജൂലൈ 18 മുതൽ 23 വരെ. പിന്നെ അതേപോലെ തന്നെ മദ്രസ ടൈം 3 ടൈം ടു ലേൺ സ്മാർട്ടർ, അതായത് 3.0 4, 5, 6, 7, 8 ക്ലാസ്സുകൾ ലിസാനുൽ ഖുർആൻ ട്യൂഷൻ. ഒരു അധ്യായം വർഷത്തെ വെറും 290 രൂപ മാത്രം. പിന്നെ മനോഹരമായി ഖുർആൻ ഓതാൻ പഠിക്കാം. പിന്നെ അതേപോലെ തന്നെ കൈയെഴുത്ത് മനോഹരമാക്കാം. അറബി, മലയാളം, കീബോർഡ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാർട്ടർലി എക്സാം ഈ ഡേയ്സ് 21 ദിവസമേ ഉള്ളൂ. പിന്നെ 2 ഹവേഴ്സ് 42 മിനിറ്റ് പിന്നെ 20 സെക്കൻഡ്സുകളും അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജൂലൈ 18 ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാതാണ്. ഇവിടെ ചെറുതായിട്ടൊരു ജൂലൈ 18 എന്ന് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻസ് കാണാം. മദ്രസ ഗൈഡ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മദ്രസ ഗൈഡ് നിങ്ങളുടെ ക്ലാസ് ഇവിടെ ചെയ്യാം. ഇത് 1 to +2 വരെയുണ്ട്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതിലെല്ലാം അവൈലബിൾ ആണ് ഫിക്കയിൽ. പക്ഷേ ഈ കാണിക്കുന്ന ഈ ലോക്കഡായിട്ട് കമ്മിങ് സൂൺ കാണിക്കുന്നത് നമുക്കിനി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കമ്മിങ് സൂൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ചിലതിലുണ്ടാവില്ല, ചിലതിലുണ്ടാവും, അങ്ങനെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്യുക, നേരയിൽ പോകും. പിന്നെ ഖുർആൻ ആൻഡ് ഹിഫ്ള്, ഇത് ഖുർആനുൽ കരീം. ഇതിൽ അതായത് നമ്മളുടെ എല്ലാ 1 മുതൽ 100 അതായത് 1 to 140 വരെയുള്ള എല്ലാ സൂറത്തുകളും ഇതിലുണ്ട് കേട്ടോ. 5 ആയ ഇതിൽ 5 ആയത്തേ ഉള്ളൂ. ഖുൽഹുവല്ലാഹു പിറപ്പി. അപ്പോൾ ഇതിൽ എത്ര ആയത്തുകൾ ഉണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഇതിലുണ്ട്. പിന്നെ ഈ തജ്വീദുൽ ഖുർആൻ എന്നുള്ളത് നമുക്ക് ഇത് വരുള്ളൂ. പിന്നെ ഉസ്താദ് അൻകിട്ട്, അതായത് ഫാത്തിഹ ഓതാണ്. എനിക്കൊന്ന് കേൾക്കാം. ഇതാണ് സൗണ്ട്. നമുക്കിനി സൗണ്ട്സുകൾ മാറ്റാൻ തോന്നുന്നത്. യാസീൻ മുൽക്ക് നമുക്ക് ഇനി ഇവിടെ സെർച്ച് ചെയ്യാം. പിന്നെ അൽ ബഖറ, ഫാത്തിഹ, റെക്കോർഡിൽ ഓപ്പൺ എന്നുള്ളതാണ്. നമുക്ക് സെർച്ച് ചെയ്യാതെ തന്നെ ഇതാക്കാം. പിന്നെ അതായത് 1ാം ക്ലാസ്സിൽ ഹിഫ്ളില്ല, 9ാം ക്ലാസ്സിൽ ഹിഫ്ളില്ല, അതാണ് പറയുന്നത്. അപ്പോൾ 6ാം ക്ലാസ്സിൽ അൽ ഫജർ, അൽ ബഖറ, അൽ ബദ, പിന്നെ അൽ മുൽക്ക്. പക്ഷേ എനിക്കിപ്പോൾ എടുക്കുന്നത് അൽ ഫജറാണ്. അപ്പോൾ അതിൽ 30ാമത്തെ ആയത്ത് വരെയുള്ളതുണ്ട്. ഖുർആൻ മനോഹരത്തിൽ എളുപ്പം ഹിഫ്ള് പഠിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയും കേട്ടോ. ആദ്യം ആപ്പ് ഇങ്ങനെ അല്ലായിരുന്നു, പിന്നെ ഇപ്പോൾ ആണ് ഇതിൻ്റെ പിന്നെ തജ്വീദിൻ്റെ റൂൾസുകൾ. ഇത് തജ്വീദുൽ ഖുർആൻ, അത് കമ്മിങ് സൂൺ എന്നാണ് പറയുന്നത്. അടുത്തതാണ് ഓഡിയോ ബുക്ക്. അതിൽ 6ാം ക്ലാസ് സെലക്ട് ചെയ്തൊക്കെ കമ്മിങ് സൂൺ ആണ്. ഇതിൽ ലിസാൻ മാത്രമാണ്, അതിലും കുറച്ച് അധികം പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ഉസ്താദ് നമുക്ക് ക്ലാസ് എടുക്കുന്ന പോലെ നമ്മൾ ആ ഉസ്താദിനെ കാണുന്നില്ല എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. ആ ഉസ്താദിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നമ്മളുടെ ബുക്ക് തുറന്ന് വയ്ക്കുക, എന്നിട്ട് ആ ഉസ്താദ് പറയുന്നത് കേട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുണ്ട്. പിന്നെ നമുക്ക് വേറൊന്നാണ് ചാപ്റ്റർ ക്വിസ് എന്നുള്ളത്. ഇതെല്ലാം കമ്മിങ് സൂണാണ്. ഞാൻ നിങ്ങൾക്ക് 3ാം ക്ലാസ്സിൽ എൻ്റെ അനിയൻ്റെ ദുറൂസുൽ ഇഹ്സാനിൽ ഇത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ നെയിം അതിൽ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ റസീൻ എന്നാണ് അടിച്ചു കൊടുക്കുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വരും, അതിന് ആൻസർ ഇങ്ങനെ കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് കൊടുക്കുമ്പോൾ
കുടുംബക്കാരും നല്ല ബന്ധം പുലർത്തിയാൽ അങ്ങനെ ഓരോന്ന് കൊടുക്കുക. അപ്പോൾ അതുണ്ട്. ഇതാണ് ക്വിസ്. പിന്നെ മന്ത്ലി ടെസ്റ്റ്. അപ്പോൾ അത് ഓരോ മന്ത്ലി ഇതൊക്കെ കമ്മിങ് സൂൺ ആണെന്നുള്ളൂ കേട്ടോ. ചിലത് കമ്മിങ് സൂൺ ആണെന്നുള്ളൂ. പിന്നെ സോറി കേട്ടോ. പിന്നെ അടുത്തത് മോഡൽ പേപ്പർ. അതും ഫിഖിൻ്റെ ആണ് ഇപ്പം എനിക്കുള്ളത്. മോഡൽ 1 ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെത് 2 പേജസ് ഉള്ളത്. ഇതിപ്പോൾ ഉസ്താദുമാർക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. അവർക്കത് ജസ്റ്റ് പ്രിൻ്റ് എടുത്താൽ മതി. പിന്നെ ടൈം ടേബിൾ 1 തൊട്ട് പ്ലസ് വരെയുള്ള. ഞാൻ ഇപ്പോൾ 6ാം ക്ലാസ് പഠിക്കുന്നവർക്ക്. പിന്നെ ഇത് EK മദ്രസിൻ്റെ ആണ് കേട്ടോ. ആദ്യം എടുത്ത് പറയാൻ മറന്നുപോയി. EK. പിന്നെ സിലബസ് ഞാൻ 6ാം ക്ലാസ്സിൽ, എൻ്റേത് ജനറൽ മദ്രസയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പഠിക്കൽ, എന്തൊക്കെയാണ് പഠിപ്പിക്കൽ എന്നുള്ളത്. സ്കൂൾ മദ്രസയാണെങ്കിൽ അതിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കൽ. പിന്നെ എന്താ പറയുക, സിലബസ് കൊടുക്കുക. ജനറൽ മദ്രസ പ്രിൻ്റ് ആണെങ്കിൽ പ്രിൻ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അത് പിന്നെ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതെനിക്ക് ഭയങ്കര റമദാൻ ജേർണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇത് നമുക്ക് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുത്തതിന് ശേഷം സുബഹ് ളുഹർ അതിൻ്റെ സമയം എഴുതുക. എന്നിട്ട് അവർ ആ സമയത്ത് നിസ്കരിച്ചിട്ട് അങ്ങനെ നമുക്ക് പേജ് എന്നുള്ളതുണ്ട്. 30 റമദാൻ വരെ നല്ല രീതിയിൽ കുട്ടികൾ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ഖുർആൻ്റെ പേജുകൾ നിങ്ങൾ ഏതൊക്കെ ഓതി എന്നുള്ളത് അത് എഴുതി കൊടുക്കുക. ഇത് ഇവിടെ ഡേയ്സിനെ പറ്റിയിട്ടുള്ളതാണ്. ഇത് മൊത്തം 30 ഡേയ്സ്. അപ്പോൾ അതാണ് ഈ ഒരു ഡേയും നല്ല പ്രത്യേകത ഉള്ളതാണ്. 21 മുതൽ 30 വരെ നല്ല പ്രത്യേകത ഉള്ളതാണ് കുട്ടികൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇത് ഖുർആനിന് എത്ര പേജ് ഒരു ഓതി തീർത്തു എന്നുള്ളത്. പിന്നെ സുബഹ് നിസ്കാരം അതിൻ്റെ സമയം ഇങ്ങനെ മേല് കാണിക്കുന്നത് എഴുതി വെക്കുക. പിന്നെ എല്ലാം അവർ നിസ്കരിച്ച് പിന്നെ അതേപോലെ തന്നെ സ്വലാത്ത് അവർ എത്ര സ്വലാത്ത് ചൊല്ലി എന്നുള്ളത് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. അതേമാതിരി ഫാസ്റ്റിംഗ് അത് എഴുതിപ്പിക്കുക. പിന്നെ താരൂഹ് അതായത് ഒരു പഠിച്ച ആ ഒരു സംഭവം എഴുതിപ്പിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ചാർട്ട് ചില ടൈമിൽ ഇവിടെ ഇങ്ങനെ പരസ്യങ്ങളും. പിന്നെ എഴുത്ത് പരിശീലനം ഇതിൽ നമുക്കിങ്ങനെ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ, അതായത് കുഞ്ഞു കുട്ടികളുണ്ടാവില്ലേ 1ാം ക്ലാസ്സിലൊക്കെ ചേർന്ന അവർക്ക് പരിശീലിപ്പിക്കാം. പിന്നെ പരീക്ഷ മാർക്ക് ലിസ്റ്റ് ഇതൊക്കെ ഉസ്താദന്മാർക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉസ്താദന്മാർക്കാണ് യൂസ്ഫുൾ ആവുക. ഉസ്താദന്മാർക്കാണ് യൂസ്ഫുൾ ആവുക. പിന്നെ റെഫറൻസ് എന്നുള്ളതുണ്ട്. അസ്മാഉൽ ഹുസ്ന കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അത് മയ്യത്ത് ദിക്റുൽ ദുആ, സാധാ നിസ്കാരത്തിൻ്റെ ദുആ, അങ്ങനെ എല്ലാം. മസ്ജിദ് പള്ളി എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ സ്ലൈഡ്സ് എന്നുള്ള സമസ്ത പതാക നിറം നൽകാം. പിന്നെ മുവാരിഖ് സർഫ് അങ്ങനെ ഉണ്ട് കേട്ടോ. മാവ് സർഫ് തൊല അൽ ബദർ തൊല അൽ ആ ഒരു ഇതുണ്ട് കേട്ടോ. തൊല അൽ ബദർ അൽ അലൈന അതുണ്ട്. എൻ്റെ അനിയനുണ്ടായിരുന്നു. അപ്പം അതുണ്ട്. പിന്നെ ഫോംസ് ഇത് നമ്മളെ മദ്രസയിൽ ഇതും ഉസ്താദന്മാർക്കും കൂടുതൽ. പിന്നെ എനിക്ക് വേറെ ഒന്ന് ഇഷ്ടപ്പെട്ടാണിത് ഈ ഒരു കിഡ്സ് ടൈം കുട്ടികൾക്ക് എന്നുള്ള ഈ ഒരു ഇതാണ്. ഇത് കുട്ടികൾക്ക് കളിച്ചുകൊണ്ട് പഠിക്കാം ആ ഒരു ഇതാണ് കേട്ടോ. അത് നമ്മുടെ ഡാർക്ക് ബോർഡ് ഉണ്ട്, പിന്നെ വൈറ്റ് ബോർഡ് ഉണ്ട്. ഇത് കളറൊക്കെ മാറ്റിയിട്ട്, അതായത് കളറൊക്കെ ഇതുപോലെ മാറ്റി യൂസ് ചെയ്യാം. ഓമിക്കോട്ടെ. പിന്നെ അതേപോലെ തന്നെ എഴുത്ത് പരിശീലനം നമുക്കിങ്ങനെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാം. ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നും കൂടി എഴുതാൻ പറയും. അങ്ങനെ അവരെ കൊണ്ട് എഴുതിപ്പിച്ച് പഠിക്കാം. പിന്നെ അറബിക് വേർഡ്സുകൾ, അതായത് ഇപ്പോൾ നമ്മളൊന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട്, അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, മനുഷ്യ അവയവങ്ങൾ, വികാരങ്ങൾ, പ്രകൃതി, ഭക്ഷണം, ശരീരഭാഗങ്ങൾ ഓരോന്നുണ്ട്. പിന്നെ ഇതാണ് കളിക്കാം പഠിക്കാം, ലെറ്റ്സ് പ്ലേ ആൻഡ് ലേൺ. ഇത് നമുക്കിത് അയിന് അങ്ങനെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അവരെ കൊണ്ട് പഠിപ്പിക്കാം, അങ്ങനെയുള്ള സംഭവം. പിന്നെ ഇത് ഏതാണ്, ആണോ ഫീ ആണോ ഫോ ആണോ? അപ്പോൾ അവർ കറക്റ്റായിട്ട് ഉത്തരം പറയുക. അവരെ കൊണ്ട് ചോദിച്ചാൽ അവർക്ക് ഇതിൽ നമുക്കിങ്ങനെ ജയിക്കുന്ന ഒരു സംഭവം. പിന്നെ ഇതിൽ ഈസിയാണ് കുട്ടികൾക്ക് തൊട്ട്. അങ്ങനെ വീടിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരിങ്ങനെ ഒന്നും കൂടി അവർക്ക് ഇങ്ങനെ ഈ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ വിട്ടുപോയത് എന്നുള്ളതുണ്ട്. അതിലിങ്ങനെ വിട്ടുപോയത് അത് ചെയ്ത് കൊടുക്കുക. പിന്നെ ബലൂൺ പൊട്ടിക്കുക. ഇതിൽ തന്നെ സൗണ്ട് വരുന്നുണ്ട്, എനിക്ക് കേൾക്കാം. ഇതിൽ വരുമ്പോൾ കുട്ടികളോട് ബലൂൺ പൊട്ടിക്കാൻ പറയുക.
അപ്പോൾ യാ വരുമ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പൊട്ടിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെന്താണ്, ജീം വരുമ്പോൾ ബലൂൺ പൊട്ടിക്കാനാണ് പറയുന്നത്. അങ്ങനെയുണ്ട്. പിന്നെ ലാം അങ്ങനെയുള്ളത്. അപ്പോൾ ഇതാണ് ടൈം എന്നുള്ള ഇങ്ങനെ ഇത് കാണൂട്ടതാണ്. അപ്പോൾ അത് പിന്നെ ഡിജിറ്റൽ മീഡിയ, ഇത് എനിക്ക് 3D എന്നുള്ള ഇതിൽ നമുക്ക് മസ്ജിദുൽ ഹറം ഇതെല്ലാം ഉണ്ട് കേട്ടോ. മസ്ജിദുൽ ഹറം അതായത് ഇത് 3D മോഡലായിട്ട് നമുക്ക് കാണാം. നമ്മൾ ശരിക്കും ഒരു കാണുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് 3D മോഡൽ സംഭവമാണ്. ഇത് കണ്ടോ, ശരിക്കും നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ശരിക്കും ആ ഒരു മസ്ജിദുൽ ഹറം കാണുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പിന്നെ വീഡിയോ, അതായത് 6 വീഡിയോസാണ് അതിലുള്ളത്. അലിഫുൽ ബ ആ ഒരു ഇതുണ്ട് കേട്ടോ. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ അതിങ്ങനെ പാടി അവരൊക്കെ ഇങ്ങനെ കേൾപ്പിച്ച് അങ്ങനെ കേൾക്കാൻ ഭയങ്കര. പിന്നെ ഈ ഒരു പാട്ട് ഞാൻ ഒരുപാട് കേട്ടില്ല. ആ ഒരു പാട്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ അക്കീദയിൽ അപ്പോൾ അങ്ങനത്തെ സംഭവം. പിന്നെ സമസ്ത ഓൺലൈൻ ഉസ്താദന്മാർക്കാണ് യൂസ്ഫുൾ ആവുക. പിന്നെ ഇത് കമ്മിങ് സൂൺ ആണ്. എനിക്ക് ഇസ്ലാം സ്റ്റോറീസ് എന്നുള്ളത് വരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇസ്ലാമിക് സ്റ്റോറീസ് എന്നുള്ളത് കമ്മിങ് സൂൺ ആണ്. പിന്നെ ഇസ്ലാമിക് ക്വിസ് എന്നുള്ളത് കമ്മിങ് സൂൺ ആണ്. പിന്നെ മീലം പോകം കമ്മിങ് സൂൺ ആണ്. പിന്നെ സ്പെഷ്യൽ ഡേയ്സ് ഹിജ്റി കലണ്ടറിൽ നമുക്ക് ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ അതിലുണ്ടാവും. പിന്നെ ബേജിയറിയൻ കലണ്ടർ, അതായത് നാഷണൽ ആൻഡ് ഹിസ്റ്ററി ഡേയ്സ്, പുതുവർഷം, ന്യൂ ഇയർ, മന്നൻ ജയന്തി, പിന്നെ റിപ്പബ്ലിക് ദിനം, അങ്ങനെയുള്ള ഓരോ ആ ദിവസത്തെ ആ ഒരു മാസത്തെ പ്രത്യേകതകളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ സ്വന്തമായി തയ്യാറാക്കാം, അതായത് ഇത് ഉസ്താദന്മാർക്കാണ്. അസ്സലാമു അലൈക്കും. ഈ മെസ്സേജ് എന്ന സദർ മുഅല്ലിമിന് ഇത് നമുക്കും യൂസ്ഫുള്ളാണ്. പിന്നെ ക്ലാസ് ടൈം ടേബിൾ റെഡിയാക്കുക. ഏത് ക്ലാസ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അപ്പോൾ ഇത് ക്ലാസ് ടൈം ടേബിൾ, പിന്നെ എക്സാം ടൈം ടേബിൾ, പിന്നെ കസ്റ്റമർ ടേബിൾ, ഇതൊക്കെ ഉണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ അതുണ്ട്. ഇത് അത്യാവശ്യം ലെങ്ത് ആവുമെന്നാണ് തോന്നുന്നത്, കാരണം ഇതിൽ ഈ ഒരു കുറച്ചൊരു ഇതുണ്ട്, ലാഗിങ് ഉണ്ട്. പിന്നെ എന്താണത്, ഇത് മറ്റേതാണ്. പിന്നെ ഇത് അറബി മലയാളം ട്രാൻസ്ലേറ്റ് ആണ്. ഇവിടെ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയുക, റിസാന്നല്ല കൊടുത്ത് ഇവിടെ എന്താണ് എന്നുള്ളതൊന്ന് കൊടുത്തു നോക്കി. മുകളിൽ എന്തൊക്കെ അറിയില്ല കേട്ടോ, വരുന്നില്ല, എന്തൊക്കെ മനസ്സിലായത് ഓരോ ഇത് വരെയാണ്. പിന്നെ അറബിക് മലയാളം കീബോർഡ് കമൻസ്, പിന്നെ അതുണ്ട്. പിന്നെ അതാണ് ഈ ഒരു ആപ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കേട്ടിട്ട് യൂസ്ഫുള്ളായ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇത് EK മദ്രസിലാണ്, വിദേശത്തൊക്കെ നിൽക്കുന്ന അതായത് അവർക്കൊക്കെ യൂസ്ഫുള്ളാവും. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ, ഭയങ്കര യൂസ്ഫുള്ളാണ്.